ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ചൂടോടുകൂടെ കൊടുക്കുന്ന സമയത്ത് അവർക്കും നല്ല ഇഷ്ടമാവും. ബ്രെഡ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതായി ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. അതിനുള്ള കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം 2 സ്ലൈസ് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ഇത് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 2 എണ്ണം വീതം എടുത്തിട്ട് ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ 3 പാർട്ടാക്കി വെച്ചതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണാനൊരു ഭംഗി ഉണ്ടാവും, കഴിക്കാനും ഒരു അടിപൊളി ലുക്കിലും ടേസ്റ്റിലും കിട്ടുകയും ചെയ്യും. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ചെറിയൊരു ക്രിസ്പിനെസ്സും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണ് ഇഞ്ചി ഉണ്ടാവും. ചതച്ചെടുത്തിട്ട് ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനൊക്കെ ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് നമുക്ക് ചേർക്കാം. നമുക്ക് എത്രയാണോ എരിവ് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ എരിവ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി, ഞാൻ കളറിനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇത് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണ്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് ഉണ്ടായാലും ഒന്നും കൂടെ അങ്ങ് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ല കമ്പൈനായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യേണ്ട, കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ആ ഒരു ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കും വേണ്ട. നമുക്ക് പഴംപൊരിയുടെ ഒക്കെ ഒരു മാവിൻ്റെ പരുവല്ലേ, ആ ഒരു പരുവാട്ടോ നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്രയാണുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ 2 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടല്ലേ കട്ട് ചെയ്തെടുത്തില്ല, ഇത് ഇങ്ങനെ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് ഒരു ബ്രെഡ് ഒറ്റ പീസായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടായ ഓയിലിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ബ്രെഡിൻ്റെ വിഭവങ്ങളൊക്കെ ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്യരുത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് ഉൾഭാഗമൊന്നും അധികം വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുറത്തുള്ള ആ ഒരു കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ചെറിയൊരു ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ FB പേജിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.